കോൺഗ്രസ് വിമർശനങ്ങൾക്കിടയിലും പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയാകുമെന്ന നിലപാട് ആവർത്തിച്ച് മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ. 10 വർഷമായി LDF സർക്കാർ മാറിയിട്ടില്ല. അത് തടയാനുള്ള കഴിവ് പ്രതിപക്ഷത്തിനില്ല. VD സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന പ്രസ്താവന പിൻവലിക്കുമെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു. CPM-ൽ ചേരുമോ എന്ന ചോദ്യത്തിന് പിണറായി വിജയന് ബുദ്ധിയുണ്ടെന്നും അതുകൊണ്ട് CPM-ലേക്ക് തന്നെ ക്ഷണിക്കില്ലെന്നുമായിരുന്നു മറുപടി. Kerala is a Rajivian government. I don't see any sign of Bauxi to be here. Beyond the fact, the greatest achievement of Rajiv Gandhi was to find a left government that implemented his dream. The Congress party never invites me because they have such a low opinion of me. Are you surprised that I have a rather low opinion of any congressman in Kerala other than the great Satishan? Promise me that Satishan will be the chief minister, and I'm willing to withdraw my remark that Pinarayi will be the next chief minister. റഹീസ് റഷീദിന്റെ വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, വീണ്ടും പ്രതിസന്ധിയിലാക്കുകയാണല്ലോ കോൺഗ്രസിന്റെ ഈ ഒരു നിലപാടിലൂടെ. അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ നിലപാട് ആവർത്തിക്കുകയാണ് മണിശങ്കർ അയ്യർ, അല്ലേ? ശ്രുതി, മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണം എന്ന നിലപാട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ തുടക്കത്തിൽ പറഞ്ഞ മണിശങ്കർ അയ്യർ പിന്നീട് അതിൽ കുറച്ച് തിരുത്തു വരുത്തുന്നുണ്ട്. ആ തിരുത്ത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് VD സതീശൻ വരികയാണെങ്കിൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണം എന്ന എന്റെ പരാമർശം പിൻവലിക്കും എന്നാണ് മണിശങ്കർ അയ്യർ, മുൻ കോൺഗ്രസിന്റെ നേതാവും കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യർ പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഉടനീളം VD സതീശനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് വലതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഇടയിൽ നിലപാടെടുക്കുന്ന, വലതുപക്ഷ നിലപാടിനും കമ്മ്യൂണിസ്റ്റ് നിലപാടിന് ഇടയിൽ നിലപാടുള്ള ആളാണ് VD സതീശൻ. അതുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്നു എന്നതാണ് ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ശശി തരൂരിനെയും KC വേണുഗോപാലെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് മണിശങ്കർ അയ്യർ എന്നതാണ് പ്രത്യേകത. മോദിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാക്കാനാണ് ശശി തരൂരിന്റെ ശ്രമമെന്ന വിമർശനം മണിശങ്കർ അയ്യർ നടത്തുന്നു. ഒപ്പം അഭിനവ സർദാർ വല്ലഭായ് പട്ടേൽ ആവാൻ അല്ലെങ്കിൽ ആക്കാൻ, KC വേണുഗോപാലിനെ ആക്കാൻ ശ്രമം നടത്തുന്നവരുടെ തലച്ചോർ പരിശോധിക്കേണ്ടതുണ്ട്. അധീർ രഞ്ജൻ ചൌധരിയെ പോലുള്ളവരെ ലോക്സഭയിലെ നേതാവാക്കിയ ആളുകളുടെയും തലച്ചോർ പരിശോധിക്കണം എന്ന കാര്യവും ഇദ്ദേഹം പറയുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ താങ്കൾ CPIM-ൽ ചേരുമോ എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ പിണറായി വിജയൻ ഇന്റലിജന്റ് ആണ്, അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലേക്ക് ക്ഷണിക്കില്ല എന്നതായിരുന്നു മണിശങ്കർ അയ്യരുടെ മറുപടി. ശ്രുതി, ശരി. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.